നമസ്കാരം. ഓ ഓ കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം ആദ്യത്തെ സർഗത്തിലെ 10 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇപ്പോൾ ശ്രീരാമൻ സീതയും ലക്ഷ്മണനുമൊത്ത് മഹാവനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്, ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവിടെ വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു. ഫലമൂലങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതും പുണ്യപ്പെട്ട മഹാവൃക്ഷങ്ങൾ നിറഞ്ഞതുമായ വനമായിരുന്നു അത്. അതുപോലെ തന്നെ ഋഷിമാരുടെ ബലികൾ കൊണ്ടും ഹോമങ്ങൾ കൊണ്ടും പുണ്യപ്പെട്ട സ്ഥലമായിരുന്നു. മരവുരിയും കൃഷ്ണാജിനും ഒക്കെ ധരിച്ച് അവർ തപസ് ചെയ്ത് അവിടെ ഇരിക്കുന്നത് ശ്രീരാമൻ കണ്ടു. അവരെ കണ്ടിട്ട് ശ്രീരാമൻ തൻ്റെ ഞാൻ അഴിച്ചു വെച്ച് അവരുടെ അടുത്ത് ചെന്ന് വന്ദിച്ചു. അവർ രാമനെ സമുചിതമായി എതിരേൽക്കുകയും ചെയ്തു. 11 തുടങ്ങി 23 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. 11, 12 ശ്ലോകങ്ങൾ. അഭിജന്മുക്തദാ പ്രീത വൈദേഹിം ച യശസ്വിനിം തേ തു സോമമിവോദ്യന്തം ദൃഷ്ട്വാ വൈ ധർമ്മചാരിണം. ലക്ഷ്മണം ചൈവ ദൃഷ്ട്വാ തു വൈദേഹിം ച യശസ്വിനിം മംഗലാനി പ്രയുജ്ഞാന പ്രത്യഗൃഹ്ണൻ ദൃഢവ്രതാ. 11, 12 ശ്ലോകത്തിൻ്റെ അർത്ഥം. ദൃഢവ്രതരും ധർമ്മചാരികളുമായ അവർ ഉദിച്ചുയരുന്ന സോമനെ പോലെയുള്ളവനായ അദ്ദേഹത്തെയും യശസ്വിനിയായ വൈദേഹിയെയും ലക്ഷ്മണനെയും കണ്ടിട്ട് മംഗലവചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഉപചരിച്ചു. ഋഷിമാർ അവരെ ഉപചരിച്ചു. ശ്ലോകം 13. രൂപസംഹനനം ലക്ഷ്മീം സൗകുമാര്യം സുവേഷതാം ദദൃശുർവിസ്മിതാകാര രാമസ്യ വനവാസിനഃ. രാമൻ്റെ ദേഹകാന്തിയും അവയവ സൗഷ്ഠവവും സുകുമാരതയും സുവേഷതയുമൊക്കെ കണ്ട വനവാസികൾ വിസ്മയഭരിതരായി. ശ്ലോകം 14. വൈദേഹിം ലക്ഷ്മണം രാമം നൈത്രരനിമിഷൈരിവ ആശ്ചര്യഭൂതാൻ ദദൃശ സർവേ തേ വനവാസിനഃ. ആ വനവാസികളെല്ലാവരും വൈദേഹിയെയും ലക്ഷ്മണനെയും രാമനെയും ഇമവെട്ടാതെ അത്ഭുത പരതന്ത്രരായി നോക്കി നിന്നു. ശ്ലോകം 15. അത്രൈനം ഹി മഹാഭാഗാഃ സർവഭൂതഹിതേ രതാഃ അതിഥിം പർണശാലായാം രാഘവം സംനിവേശയൻ. മഹാഭാഗ്യവാന്മാരും സർവഭൂതങ്ങളുടെയും ഹിതത്തിൽ അഭിരമിക്കുന്നവരുമായ അവർ അതിഥിയായ രാഘവനെ പർണശാലയിൽ പാർപ്പിച്ചു. ശ്ലോകം 16.
തതോ രാമസ്യ സത്കൃത്യ വിധിനാ പാവകോപമാഹ ആജുഹുസ്തേ മഹാഭാഗഃ സലിലം ധർമ്മചാരിണഃ. 16-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: അഗ്നിതുല്യരായ തേജസ്വികളും ധർമ്മശീലരുമായ ആ മഹാഭാഗർ വിധിപ്രകാരം ശ്രീരാമന് പാദ്യം നൽകി സ്വീകരിച്ചു. 17-18 ശ്ലോകങ്ങൾ. മംഗലാനി പ്രയുജ്ഞാന മുദാ പരമയായുധാഃ മൂലം പുഷ്പം ഫലം സർവം ആശ്രമം ച മഹാത്മനഃ. നിവേദയിത്വാ ധർമാസ്തേ തു പ്രാഞ്ജലയോ ബ്രുവൻ ധർമ്മപാലോ ജനസ്യ ശരണ്യച്ഛ മഹായശാഃ. 17-18 ശ്ലോകങ്ങളുടെ അർത്ഥം: മംഗലവചസ്സുകൾ ഉച്ചരിച്ചുകൊണ്ട് പരമഹർഷത്തോടെ മൂലഫലങ്ങളും പുഷ്പങ്ങളും ആശ്രമത്തെ തന്നെയും അദ്ദേഹത്തിന് അർപ്പിച്ചതിന് ശേഷം ധർമ്മജ്ഞരായ അവർ കൂപ്പുകൈകളോട് ഇപ്രകാരം പറഞ്ഞു: ധർമ്മപാലകനായ മഹായശസ്വിയായ അങ്ങ് ഈ ജനങ്ങളുടെ എല്ലാം ആശ്രയമായ രക്ഷകനാണ്. ശ്ലോകം 19. പൂജനീയച്ഛ മാന്യച്ഛ രാജാ ദണ്ഡധരോ ഗുരുഃ ഇന്ദ്രസ്യൈവ ചതുർഭാഗഃ പ്രജാരക്ഷതി രാഘവ രാജാ തസ്മാത് വരാൻ ഭോഗാൻ രമ്യാൻ ഭുങ്ക്തേ നമസ്കൃതഃ. 19-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ദുഷ്ടനിഗ്രഹ പരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗുരുവായ രാജാവ് പൂജ്യനും മാന്യനുമാണ്. ഇന്ദ്രൻ്റെ 4/5 പ്രജകളെ സംരക്ഷിക്കുന്നു. അതിനാൽ ശ്രേഷ്ഠങ്ങളും രമ്യങ്ങളുമായ ഭോഗങ്ങളെ ഭുജിക്കുന്നു. ലോകവന്ദിതനായി ഭവിക്കുന്നു. ശ്ലോകം 20. തേ വയം ഭവതാ രക്ഷ്യ ഭവത് വിഷയവാസിനഃ നഗരസ്ഥോ വനസ്ഥോ വാ ത്വം നോ രാജാ ജനേശ്വരഃ. ഭവാന്റെ രാജ്യത്തിൽ വസിക്കുന്നവരായ ഈ ഞങ്ങൾ അങ്ങേക്ക് രക്ഷ്യരാണ്. നഗരത്തിൽ വസിച്ചാലും വനത്തിൽ ഇരുന്നാലും അങ്ങ് ഞങ്ങളുടെ രാജാവും ലോകേശനുമാണ്. ശ്ലോകം 21. നിസ്ത്യദണ്ഡാ വയം രാജാ ജിതക്രോധാജിതേന്ദ്രിയാഃ രക്ഷണീയാസ്ത്വയാ ശശ്വത് ഗർഭഭൂതാസ്തപോധനാഃ. രാജൻ, ദണ്ഡനത്തെ ത്യജിച്ചവരും ജിതക്രോധരും ജിതേന്ദ്രിയരും, അതായത് ക്രോധത്തെയും ഇന്ദ്രിയങ്ങളെയും ജയിച്ചവർ, ഗർഭസ്ഥ ശിശുക്കൾ അമ്മയ്ക്കെന്ന പോലെ ഉള്ളവരുമായ തപോധനരായ ഞങ്ങൾ രക്ഷണീയരാണ്. ശ്ലോകം 22. ഏവമുക്ത്വാ ഫലൈർമൂലൈ പുഷ്പൈരന്യച്ഛരാഘവം വന്യൈച്ഛ വിവിധാഹാരൈഹൈ സലക്ഷ്മണമപൂജയൻ. ഇങ്ങനെ പറഞ്ഞിട്ട് ഫലമൂലങ്ങളും പുഷ്പങ്ങളും മറ്റ് വിവിധാഹാരങ്ങളും അർപ്പിച്ചും കൊണ്ട് അവർ രാമനെയും ലക്ഷ്മണനെയും പൂജിച്ചു. ശ്ലോകം 23. തഥാന്യേ താപസാ സിദ്ധ രാമം വൈശ്വാനരോപമാഃ ന്യായവൃത്യോ യഥാ ന്യായം തർപ്പയാമാസുരീശ്വരം. ആദ്യത്തെ സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. അഗ്നിതുല്യരും ധർമ്മനിരതരുമായ മറ്റുള്ള തപസ്സുകളും സിദ്ധന്മാരും വിധി പോലെ ലോകനാഥനായ രാമനെ സന്ദർപ്പണം ചെയ്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.